ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ചെടികളും അതുപോലെ തന്നെ ഒരു കല്യാണത്തിൻ്റെ ഒരു വ്ളോഗ് പോലത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യണതാണ്. അപ്പോൾ അത് രാവിലെ തന്നെ മുളകിട്ട കറിയല്ല, വറ്റിച്ചിട്ടുള്ളൊരു ചെറിയ ചാള കൊണ്ട് കറിയൊക്കെ കലക്കി വെച്ച് വറ്റിയ ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അത് മീനൊക്കെ നന്നാക്കി എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രുചിയുണ്ട് ഇങ്ങനെ വറ്റിച്ചെടുത്താൽ കുഞ്ഞ് ചാള. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് സാധാരണ കുക്ക് ചെയ്യണ പോലത്തെ വീഡിയോ അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറിയൊക്കെ അതാ വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചോറൊക്കെ രാവിലെ തന്നെ വെച്ചതാണ്. അപ്പം അതങ്ങനെ കാണിച്ചത്. അതുപോലെ തന്നെ പുട്ട് ആണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാനും മിക്കയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മേശമ്മ കൊടുന്നിട്ട് വെച്ചതാണ്. ഇതാ എനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്ക് ഇതാ പുട്ടും പഴമൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു വീഡിയോ ആണെന്ന് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വീഡിയോ. അപ്പോൾ ചായ രണ്ടാളും കൂടെ കുടിച്ച് അവിടുന്ന് കഴിഞ്ഞ്. അപ്പോൾ കറിയൊക്കെ വറ്റി മീൻ മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്വല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തീ ഓഫ് ചെയ്തിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എന്നിട്ടാണ് മൂടി വെക്കണത്. നല്ല രുചിയാണ് ഇങ്ങനെ കഴിക്കാൻ. ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട, അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പം അതെല്ലാം മൂടി വെച്ച് ഇനി ഇതാ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മുടെ കുമ്പളം അത് ഒരുപാട് ഇതിങ്ങനെ പടർന്നിട്ട് കിടക്കണത്. അപ്പം 2 ദിവസം മുന്നെയാണ് കണ്ടത് കുമ്പളങ്ങ ഉണ്ടായിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ഇതിലുണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ മൂടിയിട്ട് വെച്ചതാണ്. ആദ്യമായിട്ടുണ്ടായതാണ് കുമ്പളങ്ങ. എന്തായാലും മാഷാ അല്ലാ. ഒരു വേട്ടാളം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുത്തുമെന്ന് വിചാരിച്ചിട്ട്, അപ്പം അതിൻ്റെ ഉള്ളിലത്തെ പുല്ലൊക്കെ ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിറയെ പുല്ല് ഇരിക്കുന്നുണ്ട്, വല്ല പാമ്പ് വന്ന് കൂടിയല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പം അതെല്ലാം ഒന്ന് പറിച്ച് മാറ്റാമെന്ന് വിചാരിച്ച് കുറേയൊക്കെ പറിച്ചെടുത്ത്. ഈ കുമ്പളത്തിൻ്റെ തൈ നമ്മൾ മാവിൻ്റെ ചോട്ടിൽ കുരു കൊണ്ടിട്ട് അങ്ങനെ ഉണ്ടായത്. അപ്പം അങ്ങനെ പറിച്ചു കൊടുത്തിട്ട് ഇത് കവറിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അപ്പം അത് കുറേ പുല്ല് പറിച്ചത് തെങ്ങിൻ്റെ കടക്ക് കൊണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് പ്രാവശ്യം ഓർക്കിഡ് പൂവിട്ടതാണ് കേട്ടോ. അപ്പം അതും വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. മഞ്ഞ കുറേ ആയിട്ട് ഇതിൻ്റെ പൂവ് കാണാറില്ല. അങ്ങനെ പൂവിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂവ് കാണാൻ. അതുപോലെ തന്നെ ഈ ഒരു പൂക്കളോ ഇത് വൈഡർ പൊക്കാന്ന് പറയണ പൂവാണ് പ്രാവശ്യം ഉണ്ടായതാണ്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോൾ കുറേ ആയിട്ട് ഞാൻ ചെയ്യാറില്ല. അപ്പം അത് വിരിഞ്ഞ് നിൽക്കണുണ്ടപ്പോൾ അങ്ങനെ അതും വീഡിയോ ചെയ്ത്. നല്ല മണമുള്ള പൂവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക മണമാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഈ മൈലാഞ്ചിയുടെ മേലുള്ള പൂവ് വിരിഞ്ഞാണ്ടാവില്ല, ഒരു മണം അങ്ങനെയാണ്. അപ്പം അതുപോലെ ഓർക്കിഡിൻ്റെ വേറൊരു കളറ് നല്ല ഭംഗിയുണ്ട്. അതുപോലെ 10 മണി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം അതും കൂടെ വീഡിയോ എടുത്തതാണ്. ഇപ്പോൾ വേറെ ഒരു ചെടി ഇതിൻ്റെ മേലെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പേരാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ, വീഡിയോ കാണുന്നവരിട്ടാ. അപ്പോൾ എനിക്കറിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് തെച്ചിയാണ്. ഇതിൻ്റെ വെള്ള ഉണ്ടാവാറുണ്ട്, അത് പ്രാവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ട് നിൽക്കുന്നത് ആന്തൂറിയാണ്. ആന്തൂറിയത്തിന് 2-3 കളറുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ ഈ ചെടിയുടെ പേരും എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കറിയില്ല ഈ ചെടിയുടെ പേരും. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ ചെടികളൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വീഡിയോ ചെയ്തതാണ്. ഫുള്ളായിട്ടില്ല, 3/4 ഭാഗമായിട്ട് എടുത്തതാണ്. അങ്ങനെ കാർഷെഡിലുള്ള ചെടികൾ മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ നമ്മൾ തിരക്ക്
പിടിച്ച് കല്യാണത്തിന് പോയതാണ്. ഓട്ടോറിക്ഷയിലാണ് പോയത്. നമ്മളെ അടുത്തുള്ള ഓട്ടോ വിളിച്ചിട്ട് കല്യാണത്തിന് പോയത്. ചങ്ങരംകുളത്താണ് കല്യാണം. അപ്പം അങ്ങനെ കല്യാണം വീട്ടിൽ എത്താനടങ്ങി. അങ്ങനെ കല്യാണ വീട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് കുറച്ച് വീഡിയോ ചെയ്ത്, അധികമൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ കയറി വരുന്ന ഭാഗത്തുള്ള കുറച്ച് വീഡിയോയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കണ കുറച്ച് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള വീഡിയോ ആണ് കുറച്ച് ചെയ്തത്. അപ്പം അങ്ങനെ തിരിച്ചു പോരുകയാണ്. ഓട്ടോറിക്ഷയിൽ തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ വീടിന്റെ അകത്ത് കയറുന്നവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.